നമുക്ക് ഈ പൂരുട്ടാതി നാളിൽ ആ വള്ളം പോകുന്നതുകൊണ്ട് നമ്മൾ ഒരു വട്ടം ആറന്മുളയിലോട്ടുള്ള യാത്രയുള്ളൂ, ചടങ്ങുകളുള്ളതുകൊണ്ട് നമുക്ക് ഉത്രട്ടാതിക്ക് ശേഷം ഈ ജൂലൈ 13 തൊട്ട് സദ്യ തുടങ്ങുമെങ്കിലും ചെന്നിത്തല പള്ളിയോടത്തിന് ഉത്രട്ടാതി മുതലേ സദ്യയുള്ളൂ. അപ്പൊ ഉത്രട്ടാതി മുതൽ സദ്യ നമ്മളൊരു സദ്യ വരുന്നതനുസരിച്ച് ചിലപ്പോൾ ഒരു 9 വള്ളസദ്യ ആയിരിക്കും, ചിലപ്പോൾ 8 വള്ളസദ്യ ആയിരിക്കും. അതിൽ ഒരു വള്ളസദ്യ എൻ്റെ കൂട്ടുകാരൻ എന്ന് പറയുന്ന അരുൺ എന്നാ പേര്. അപ്പൊ അവന്റെ സദ്യ യാദൃശ്യമായിട്ട് വരികയും ആ സദ്യക്ക് ഞാനും വൈഫും കുഞ്ഞും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഇവ പാടി തുടങ്ങിയപ്പോൾ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ആ നടയിൽ ചെന്ന് പാടുക എന്നുള്ളതാണ്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ആ നടയിൽ ചെന്ന് പാടുക. എവിടെ ഇനി ഏത് സ്ഥലത്ത് പാടി കഴിഞ്ഞാലും നമുക്ക് ആ നടയിൽ ചെന്ന് പാടുന്നതിന്റെ ഒരു ഫീല് നമ്മൾ വള്ളത്തെ ചെന്നിട്ട് ആ നടയിൽ ചെന്ന് പാടുക. അപ്പൊ അതായിരുന്നു ആഗ്രഹം. പക്ഷെ അതിനു മുമ്പ് തന്നെ അദ്വൈതത്തിന്റെ യാദൃശ്യമായിട്ട് ദൈവാനുഗ്രഹത്തോടെ അത് വൈറലായിരുന്നു. അതിനുശേഷം ഈ വള്ളസദ്യക്ക് അപ്പൊ നമ്മൾ വലം വെച്ചിട്ട് അവിടെ വന്നു, കൊടിമരച്ചോട്ടി വന്നു. അപ്പൊ പറയിടുന്ന സ്ഥലമുണ്ട്. ആ പറയുടെ ഫ്രണ്ടില് നമ്മൾ പാടുന്നുണ്ട്. പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനും വരി പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരാള് വന്ന് ഇവനെ തോളത്തേറ്റുക, ഒരു തിരുമേനി. നമ്മൾ ആദ്യം ആലോചിച്ചപ്പം തിരുമേനി തോളത്തേറ്റുന്നു എന്താണെന്ന് ചിലപ്പോ ഇവൻ പാട് നിർത്തുമോ എന്നുള്ള സംശയം. പക്ഷെ അവൻ തോളത്തിരുന്ന് തന്നെ തോളത്തിരുന്ന് പാടി. അത് കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ വന്നതിന് ശേഷം വീട്ടിലെത്തിയതിനു ശേഷമാണ് വൈഫ് എന്നോട് പറയുന്നത് അവിടെ നിന്ന് ഒരാൾ പറഞ്ഞെന്ന് ഈ 10 വർഷം മേൽശാന്തി ആയിരുന്നു ആറന്മുളയിൽ. അപ്പൊ ഭഗവാനെ ഏറ്റവും കൂടുതൽ അടുത്ത് കണ്ടിട്ടുള്ള അത്രയും നാള് സേവിച്ച ഒരാള് അത് ഭഗവാന്റെ തീരുമാനമായിരിക്കും. അന്നേരം ആ പാട്ട് അവൻ ആദ്യമായിട്ട് ആ നടയിൽ പാടിയപ്പം പെട്ടെന്ന് വന്ന് തോളത്തേറ്റിയെന്ന് പറയുന്നത്.